എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ടിൻ ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പ്രവാസികൾക്ക് എപ്പോഴും ഫ്രഷ് മീൻ കിട്ടണമെന്നില്ല. അപ്പം മീൻ കിട്ടാത്തവർക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ടിൻ ഫിഷ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ സ്റ്റൈലുള്ള മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടിൻ ഫിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും വേണം. നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് ഏത് അളവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ടിൻ ഫിഷാണ് എടുത്തിരിക്കുന്നത്. 2 രീതിയിൽ കിട്ടും, വെള്ളത്തിലും ഓയിലിലും കിട്ടും. പിന്നെ വേണ്ടത് 3 കഷ്ണം കുടംപുളിയാണ്. കുടംപുളി ഇല്ലാന്നുണ്ടെങ്കിൽ വാളൻപുളി, അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി എടുത്താലും മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ടിൻ ഫിഷ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുക്കാം. ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പം നമുക്ക് ഈ ഉപ്പുവെള്ളം കളഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് റിൻസ് ചെയ്തെടുക്കാം. അതായത് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. കഴുകുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഊറ്റിക്കളഞ്ഞാൽ മതി. അപ്പം ടിൻ ഫിഷ് നമ്മളിവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ മീൻകറിയിൽ കടുക് ചേർക്കാറുണ്ട്. കടുക് ചേർക്കില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. കുറച്ച് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി ആണ് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക്. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉലുവാപ്പൊടി ചേർക്കുന്നില്ല. പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ചട്ടിയിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, സ്റ്റീൽ പാത്രത്തിൽ വെച്ചാലും മതി. നോൺ സ്റ്റിക്കിൽ നിങ്ങൾ കുടംപുളി ഇട്ട് മീൻകറി വെക്കരുത്. അതുപോലെ തന്നെ കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലും വെക്കരുത്, പാത്രം ചീത്തയായി പോവും. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുടംപുളി കുതിർത്ത് വെച്ചിരിക്കുന്നത് 3 കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ പൊടിയാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എടുക്കുമ്പം ഒന്ന് കഷ്ണങ്ങളാക്കി ആ ഒരു സൈസിൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇത് പൊടിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഒരു മീനിൻ്റെ കഷ്ണത്തിൻ്റെ വലുപ്പത്തിൽ നമ്മൾ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് ഒരുപാട് സമയം വേണ്ടി വരില്ല. ഗ്രേവി ഒന്ന് കുറുകി വന്നാൽ മതി. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറിയാണ്. നമ്മൾ ഫ്രഷായിട്ട് മീൻകറി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്. എന്നാലും ഫ്രഷിൻ്റെ അത്രയും ടേസ്റ്റ് വരില്ല. പക്ഷേ എങ്കിലും ഒന്നുമില്ലാത്തതിനെക്കാട്ടിലും ബെറ്ററാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളത്. അപ്പം ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് ഫ്രഷ് മീൻ കിട്ടുന്നത്, എപ്പോഴാണ് കിട്ടുന്നതെന്നൊക്കെ. അപ്പം ഫ്രഷ് മീൻ എല്ലായിടത്തും ഇവിടെ അങ്ങനെ കിട്ടാറില്ല നല്ലത് നാട്ടിൽ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൊതി തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടിൻ ഫിഷ് കൊണ്ട് ഉണ്ടാക്കുന്ന മീൻകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്